Praise the Lord. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ദൈവജനത്തിനുമുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങൾ വിനീതമായി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് രാവിലെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സ്തോത്രം. രാവിലെ സമയം നാം ചിന്തിപ്പാൻ പോകുന്ന വിഷയം ക്രിസ്തുവിന്റെ ന്യായാസനത്തെ കുറിച്ചുള്ള ഒരു ചെറിയ പഠനമാണ് നമ്മൾ ചിന്തിപ്പാൻ പോകുന്നത്. സ്തോത്രം. 2 വേദവാക്യങ്ങളിൽ ആ വിഷയത്തോടുള്ള ബന്ധപ്പെട്ട് നമുക്ക് പ്രാരംഭമായി ചിന്തിക്കാം. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം പ്രാരംഭമായി നമുക്ക് വായിക്കാം. ഈ വിഷയം ധ്യാനിപ്പാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന 2 വാക്യങ്ങൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടത് ആകും. 2-ാമത്തെ വാക്യം റോമാലേഖനം 14-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. എന്നാണ് നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തോട് മുമ്പേ നിൽക്കേണ്ടി വരും. അവിടെ നമ്മൾ ദൈവത്തിന്റെ ന്യായാസനം എന്നുള്ളത് വ്യക്തമായി കാണും. ക്രിസ്തുവിന്റെ ന്യായാസനം എന്നുള്ള ഈ വിഷയം, ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, ഈ വിഷയം തെളിയിക്കുന്ന 2 വാക്യങ്ങളാണ് നമുക്ക് പ്രധാനമായും ഉള്ളത്. ഈ ലോകത്തിൽ പാർക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെന്റ് സീറ്റാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. പൊതുവെ മനുഷ്യനെ സംബന്ധിച്ച് ഒഴിവാക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ 2 നിയമനങ്ങളാണ്. ഒന്ന് മരണവും മരണത്തിന് ശേഷമുള്ള ന്യായവിധി. എബ്രായ ലേഖനം 9:27 അത് പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യന് നിയമിച്ചിരിക്കുന്നു. അപ്പോയിന്റ്മെന്റ് എന്ന പദമാണ് അത് ഉപയോഗിക്കുന്നത്. അയ്യോ, എനിക്ക് പറ്റുകയില്ല, ഞാനില്ല, ഇങ്ങനെയൊന്നും പറഞ്ഞ ആർക്കും ഉലകത്തിൽ ഒരു മനുഷ്യന് ഒഴിവാകാൻ പറ്റാത്തത് നിങ്ങളുടെ അനുവാദം പോലും ഇല്ലാതെ കയറി വരുന്ന 2 ദൈവത്തിന്റെ നിയമനങ്ങളാണ്. ഒന്ന് മരണം. ഇന്നിപ്പം ചില രാജ്യത്തൊക്കെ മരിക്കാതിരിക്കാനുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഓടുന്നു. ചിലര് ആയുസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ അതൊക്കെ ഒരു മിക്കവാറും എല്ലാം തട്ടിപ്പുകളാണ്. 2 മനുഷ്യന്റെ പണം അടിച്ചു മാറ്റാനുള്ള മാർഗം. കാരണം ഇത് ദൈവം നിയമിച്ച നിയമനമാണ്. ആർക്കും അതിനെ നീക്കാൻ കഴിയില്ല. ഒരിക്കലും മരണമുണ്ടാകും. എത്ര നാം എതിർത്താലും മരിച്ചേ മതിയാവും. സ്തോത്രം. 2, മരണത്തിന് ശേഷം ന്യായവിധി ഉറപ്പാണ്. വേദപുസ്തകത്തിൽ 3 ന്യായവിധികളാണ് സംഭവിക്കാൻ പോകുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ മേഘപ്രത്യക്ഷതയ്ക്ക് ശേഷം 3 ന്യായവിധികളാണ് സംഭവിക്കാൻ പോകുന്നത്. അതിലാദ്യം നടക്കാൻ പോകുന്ന ന്യായവിധിയാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. അതാണ് നമ്മൾ വായിച്ച വാക്യങ്ങളുള്ളത്.
രണ്ടാമത് നടക്കാൻ പോകുന്ന ന്യായവിധിയാണ് തേജസ്സിന്റെ സിംഹാസനത്തിൽ സംഭവിക്കുന്നത്. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ ഇവർ കാണുന്നുണ്ട്. തേജസ്സിന്റെ സിംഹാസനത്തിന്റെ ന്യായവിധി അത് ഹർമഗദോൻ യുദ്ധത്തിന് ശേഷം ഏറ്റവും അവസാനമായി ഹർമഗദോൻ യുദ്ധത്തിൽ ഇസ്രായേലിനെ സഹായിക്കാൻ ഇസ്രായേൽ ഒരു പ്രതിസന്ധിയിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു സഭയുമായി ഈ ഭൂമിയിൽ മഹത്വം പ്രത്യക്ഷത നടന്നതിന് അനന്തരം സ്ഥാപിക്കുന്ന ന്യായവിധിയും സിംഹാസനവുമൊക്കെയാണ് തേജസ്സിന്റെ സിംഹാസനം. ഏറ്റവും അവസാനമായി മൂന്നാമതൊരു ന്യായവിധി നടക്കുന്നു. അതിന്റെ പേര് വെള്ള സിംഹാസന ന്യായവിധി അല്ലെങ്കിൽ അന്ത്യ ന്യായവിധി എന്ന് വിശേഷിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 13-ാം വാക്യത്തിൽ അത് കാണുന്നുണ്ട്. അതും ഒരു യുദ്ധത്തിന് ശേഷമാണ്. ഗോഗ് മാഗോഗ് യുദ്ധത്തിന് ശേഷം സഹസ്രാബ്ദ വാഴ്ചയുടെ അന്ത്യത്തിൽ നടക്കുന്ന ഒരു ന്യായവിധിയാണ്. സ്തോത്രം. ആ ന്യായവിധി വെള്ള സിംഹാസനത്തിന്റെ ന്യായവിധിയാണ്. ആ ന്യായവിധി പോയി ആരും പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് രാവിലെ ഞാൻ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത്. സ്തോത്രം. ആളുകൾക്ക് കേൾക്കാൻ അത്ര ഇഷ്ടമുള്ളൊരു ടോപ്പിക് അല്ല ഇത്. എങ്കിലും 2-3 പ്രാവശ്യം രാവിലെ തന്നെ ഇത് പറയണമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എങ്കിലും പറഞ്ഞതിന്റെ കാരണം ഇന്നലെ രാത്രി ഞാനൊരു ബൈബിൾ ക്ലാസ്സിൽ, ഫിസിക്കൽ ബൈബിൾ ക്ലാസ്സിൽ ഡയറക്റ്റ് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ പാസ്റ്റേഴ്സ് ആയിരുന്നു കൂടുതൽ. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരുടെയും മുഖത്തുണ്ടായ ഭാവവ്യത്യാസങ്ങൾ എന്നെ ചിന്തിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ നിങ്ങളോട് പങ്കുവെക്കാം എന്ന് കരുതിയത്. അപ്പോൾ ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന വിഷയത്തിലേക്കാണ് നമ്മൾ വരുന്നത്. കാരണം ഈ 3 ന്യായവിധിയിൽ വിശ്വാസികൾക്ക് നിൽക്കേണ്ടി വരുന്നത് ഇവിടെ മാത്രമേ ക്രിസ്തുവിന്റെ ന്യായാസനം. ബാക്കി 2 ന്യായവിധികളിലേക്ക് വിശ്വാസികൾക്ക് പോകേണ്ടതായി വരുന്നില്ല, രക്ഷിക്കപ്പെട്ടവർ പോകേണ്ടതായി വരുന്നില്ല. കാരണം തേജസ്സിന്റെ സിംഹാസനത്തിൽ അവിടെ ജാതികളെയൊക്കെയാണ് ന്യായം വിധിക്കുന്നത്. ഏറ്റവും അവസാനം നാം കണ്ട വെള്ള സിംഹാസനത്തിൽ മരിച്ചവർ അപാരവൃത്തം പേർ എന്ന് പറഞ്ഞാൽ കയ്യിൽ മുതലുള്ള സകല പാപികളെയും അവിടെയാണ് ന്യായം വിധിക്കാൻ പോകുന്നത്. വിശ്വാസികളായി രക്ഷിക്കപ്പെട്ട് പുത്രത്വത്തിലേക്ക് വന്ന ദൈവമക്കൾക്കുള്ളത് ക്രിസ്തുവിന്റെ ന്യായാസനം മാത്രമാണ്. സ്തോത്രം. നമ്മൾ ഈ രക്ഷിക്കപ്പെട്ടതിന്റെ വിലയൊക്കെ അറിയാൻ പോകുന്നത് ഇപ്പോഴല്ല, ആ സമയത്താണ്. സ്തോത്രം. അപ്പോൾ ഈ ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ അത് വിശ്വാസികളുടെ ന്യായവിധിയാണ്. സ്തോത്രം. നമ്മൾ അതിലേക്ക് പ്രവേശിക്കുകയാണ്. സ്തോത്രം. 3 രീതികളിൽ വിശ്വാസികൾക്ക് ന്യായവിധിയുണ്ട്. വിശ്വാസികൾക്ക് ന്യായവിധി ഇല്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്, എന്നാൽ വിശ്വാസികൾക്ക് ന്യായവിധി ഉണ്ട്. അത് 3 രീതിയിലാണ് സംഭവിക്കുന്നത്. ഒന്നാമത്തേത്, ഒരു പാപി എന്ന നിലയിൽ സ്തോത്രം വിശ്വാസികൾക്ക് ന്യായവിധി ഉണ്ട്. സ്തോത്രം. ഒരു പാപി എന്ന നിലയിൽ വിശ്വാസികൾക്ക് ന്യായവിധിയുണ്ട്. അതിന് നമ്മൾ പ്രത്യേകിച്ച് വിലയൊന്നും മുടക്കട്ട. കാരണം ആ ന്യായവിധി മുഴുവൻ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി പകരം അനുഭവിച്ചു കഴിഞ്ഞതാണ്. സ്തോത്രം. അതുകൊണ്ടാണല്ലോ ലേഖനത്തിൽ പറഞ്ഞത് നമ്മുടെ പാപം അവന്റെ മേൽ ചുമത്തിയും. സ്തോത്രം. അപ്പോൾ ഒരു പാപി എന്ന നിലയിൽ നാം അനുഭവിക്കേണ്ട എല്ലാ ശിക്ഷയും കർത്താവായ യേശുക്രിസ്തു നമുക്ക് പകരമായി ക്രൂശിൽ അനുഭവിച്ചു കഴിയും. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് തീർത്ത് പറയുന്നില്ല. കാര്യം ചിന്തിക്കുമ്പോഴാണ് നമുക്ക് കർത്താവിനുള്ള സ്നേഹത്തിന്റെ ആഴം വർദ്ധിക്കുന്നത്. എന്നാൽ അത് കഴിഞ്ഞു പോയി. എന്നാൽ രണ്ടാമത്തെ ന്യായവിധിയാണ് പുത്രൻ എന്ന നിലയിൽ ഇന്ന് നാം അനുഭവിക്കുന്ന ന്യായവിധി. അപ്പോൾ ഇന്ന് നമ്മൾ ന്യായവിധി അനുഭവിക്കുന്നുണ്ട്. ഇന്ന് സഭയിലാണ്, അതുകൊണ്ട് ന്യായവിധി ഇല്ല എന്ന് പറയുന്നത് ന്യായവിധി ഉണ്ട്. പുത്രൻ എന്ന നിലയിൽ നാം അനുഭവിക്കുന്ന ന്യായവിധിക്ക് വേദപുസ്തകം കൊടുത്തിരിക്കുന്ന പേരാണ് ബാലശിക്ഷ എന്ന് പറയുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ അത് കാണുന്നുണ്ട്. ഞാനിപ്പോ അതിലേക്കൊന്നും നിൽക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ആ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. സ്തോത്രം. അവിടെ ഈ ബാലശിക്ഷ എന്ന് പറയുമ്പോൾ പുത്രന്മാർക്ക് ബാലശിക്ഷയുണ്ട്, കൗലടയന്മാർക്ക് ബാലശിക്ഷയില്ല. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ദൈവസഭയ്ക്കകത്തുള്ള വിശ്വാസിയാണെങ്കിൽ
നിങ്ങൾ പുത്രത്വത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ചെറിയ കള്ളം പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ബാലശിക്ഷ ഉറപ്പാണ്. സ്തോത്രം. ഇനി നിങ്ങൾ എന്ത് പാപം ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ ഏറ്റു പറഞ്ഞാൽ ദൈവം ക്ഷമിക്കും. എന്ത് പാപം നിങ്ങൾ ചെയ്തു പോയി, നിങ്ങൾ ഏറ്റു പറഞ്ഞു, ദൈവം ക്ഷമിക്കും. പക്ഷേ ക്ഷമ കിട്ടുമെങ്കിലും നിങ്ങളുടെ ശിക്ഷ പിൻവലിക്കത്തില്ല. ചിലരുടെ വിചാരം അങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മാസത്തിന്റെ അവസാനം 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അവസാനം കർത്തൃമേശ ഉള്ളത് കൊണ്ട് ഈ 3 ദിവസത്തെ ദിവസം പാവം ഏറ്റു പറയാം, ഒരു ബക്കറ്റ് രക്തത്തിൽ കഴിയാൻ മതി എന്നൊക്കെ ഓർത്തിരിക്കുന്നവരുണ്ട്. പക്ഷേ അതൊക്കെ വെറുതെയാണ്. കാരണം ദൈവം ക്ഷമിക്കും, അതിനകത്ത് ഒരു സംശയമില്ല. അവൻ ദീർഘക്ഷമയുള്ള ദൈവമാണ്. പക്ഷെ ശിക്ഷ പിൻവലിക്കത്തില്ല. സ്തോത്രം. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ദാവീദ് പാപം ചെയ്തു, പക്ഷെ ദൈവം ക്ഷമിച്ചു. ദാവീദിനോട് ദൈവം ക്ഷമിച്ചല്ലോ. പക്ഷേ ദാവീദ് പാപം ചെയ്തെങ്കിലും ദൈവം ക്ഷമിച്ചു എങ്കിലും ശിക്ഷയൊന്നും ദൈവം പിൻവലിച്ചില്ല. ഇന്നും ദാവീദ് ഗ്രഹത്തിൽ നിന്ന് ആ വാള് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ശിംശോൻ പാപം ചെയ്തു, പക്ഷേ ദൈവം ക്ഷമിച്ചു. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടെ ശക്തി പകരാൻ പറഞ്ഞപ്പോൾ ശക്തി അത് കൊടുത്തു, പക്ഷേ ശിക്ഷ പിൻവലിച്ചില്ല. ശത്രുക്കളുടെ കൂടെ മരണത്തിന് ദൈവം വിട്ടു. അപ്പോൾ സകല ബന്ധക്കോസുകാർ മനസ്സിലാക്കിക്കോണം, എന്ത് പാവം നീ ചെയ്താലും ശിക്ഷയൊന്നും പിൻവലിക്കത്തില്ല. അതാരും കരുതി രക്തത്തെ കഴുകാൻ നിൽക്കണ്ട. രക്തത്തെ കഴുകാൻ പോകുന്നതിനേക്കാൾ ഭേദം ചെയ്യാതിരുന്നാൽ മതിയല്ലോ. അതുകൊണ്ട് ക്ഷമ കിട്ടും, പക്ഷേ ശിക്ഷ പിൻവലിക്കത്തില്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളുക. ബാലശിക്ഷ എന്ന് കേൾക്കുമ്പോൾ രസമായിട്ടൊക്കെ തോന്നും. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത്ര ഈസി അല്ല ബാലശിക്ഷ. ബാലശിക്ഷയിൽ പെടുന്ന ഒരു 3 കാര്യങ്ങൾ ഓടിച്ചു പറയാം. ഒന്ന്, രോഗങ്ങൾ ബാലശിക്ഷയായിട്ട് ദൈവം അയക്കും. എല്ലാ രോഗവും ബാലശിക്ഷയല്ല. എന്നാൽ പാപം നിമിത്തം ദൈവം ബാലശിക്ഷയായിട്ട് ഒരാളെ മടക്കിക്കൊണ്ടുവരാൻ, പാപത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരാൻ ദൈവം രോഗങ്ങൾ ബാലശിക്ഷയെ അയക്കും. സ്തോത്രം. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം പറയുന്നത്, നിങ്ങൾക്ക് രോഗസൗഖ്യം ഉണ്ടാകേണ്ടത് തമ്മിൽ തമ്മിൽ പാവങ്ങളെ ഏറ്റുപറയണം. 1. 2, നിങ്ങൾക്ക് രോഗസൗഖ്യം വേണമെങ്കിൽ പറയുന്നത് നിങ്ങളുടെ സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞാൽ, കോഴഞ്ചേരിയിലും എറണാകുളത്തും തൃശ്ശൂരും ഒക്കെ വേറെ രോഗശാന്തി സ്പെഷ്യലിസ്റ്റിന്റെ അടുത്തൊക്കെ കറങ്ങി തിരിഞ്ഞു പോയി നീ പ്രാർത്ഥിച്ച് അതിന് രോഗസൗഖ്യം നിനക്ക് ഉണ്ടാകത്തില്ല. അത് വെറും തോന്നലാണ്. സ്തോത്രം. കാരണം ദൈവം വെച്ചിരിക്കുന്ന പ്രമാണം അവനവന്റെ സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി പ്രാർത്ഥിക്കണം. ഈ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിലൊരു വല്യമ്മച്ചിയുണ്ട്, 90 വയസ്സുണ്ട്. എന്നോട് പറഞ്ഞത്, ഞാൻ രോഗിയായി കിടന്നു, നമ്മുടെ ചർച്ചിലെ പാസ്റ്റർ ഇതൊക്കെ അറിഞ്ഞു, പക്ഷേ ഒന്നും വന്നില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ അറിഞ്ഞു വരേണ്ട പാർട്ടി അല്ല പാസ്റ്റർ. ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ട് അറിഞ്ഞൊന്നും പാസ്റ്റർ വരേണ്ട ഒരു കാര്യവും ഇല്ല. പിന്നെ നീ രോഗിയാണെങ്കിൽ നീ എന്ത് ചെയ്യണം? അദ്ദേഹത്തെ അറിയിക്കണം. അത് നിന്റെ കടമയാണ്. 2, അദ്ദേഹത്തെ വിളിച്ചു വരുത്തണം. വിളിച്ചു വരുത്തണമെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാൽ വണ്ടി വരത്തില്ല. വണ്ടി വരുന്നത് പെട്രോൾ അടിക്കണം, അതിനൊക്കെ ചെലവുകളുണ്ട്. അതാണ് വിളിച്ചു വരുത്തുക എന്നൊക്കെ പറയുന്നത്. സ്തോത്രം. ഞാനിപ്പോ അതിലോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ മൂപ്പരെ വിളിച്ചു വരുത്തും. ചില ആളുകൾക്ക് അവർ രോഗിയാണ്, അവരുടെ മൂപ്പരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ പറ്റിയില്ല. പിന്നെ എവിടെയെങ്കിലുമൊക്കെ വിടുതൽ മീറ്റിംഗ് ഉണ്ടെങ്കിൽ, ഡെലിവറൻസ് മീറ്റിംഗ് ഉണ്ടെങ്കിൽ അവിടെ പോയി രോഗസൗഖ്യം പ്രാപിക്കാൻ നിൽക്കുക. പക്ഷെ അതൊക്കെ തോന്നലാ, നീ സൗഖ്യമാകത്തില്ല. അത് ടെമ്പററിലി ആണ്. അത് പെർമനന്റ് ആയിട്ടൊരു ഡെലിവറൻസ് ഉണ്ടാകത്തില്ല. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ വലിയ മൈക്ക് സിസ്റ്റവും വലിയ ഇൻസ്ട്രുമെന്റ്സും ബാക്ക്ഗ്രൗണ്ടിൽ ഓർഗൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ വിശ്വസിക്കുന്നു നീ സൗഖ്യമായത് എന്ന് ചോദിക്കുക, പിന്നെ ഇല്ലെന്ന് പറയാൻ പറ്റും. അത് വിശ്വസിക്കുന്നു തന്നെ പറയും. പക്ഷേ ആ സൗഖ്യത്തിനൊന്നും നിലനിൽപ്പില്ല. പക്ഷെ നിലനിൽക്കുന്ന സൗഖ്യം വേണമെങ്കിൽ വേദപുസ്തകം വെച്ചിരിക്കുന്ന പ്രമാണം അവനവന്റെ സഭയിലെ മൂപ്പനെ വിളിച്ചു വരുത്തി പ്രാർത്ഥിക്കണം. അതായത് നിങ്ങളുടെ പാസ്റ്ററെ വിളിച്ചു വരുത്തി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ ചില ആളുകൾ പറയും, പാസ്റ്ററോട് പറയണ്ട. അതിന്റെ കാര്യം ഞങ്ങൾ തമ്മിൽ അത്ര നല്ല ഇരിപ്പല്ല. അത് ആ ഇരിപ്പ് ആദ്യം ക്രമീകരിക്കണം. ക്രമീകരിച്ചിട്ട് അദ്ദേഹത്തെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ സൗഖ്യമുണ്ടാകും. അപ്പോൾ പാപം നിമിത്തം സൗഖ്യമുണ്ട്. ചിലരുടെ രോഗം എത്ര ആശുപത്രി കയറിയാലും ഒരൊറ്റ എക്സ്റേ മെഷീനകത്തോ സ്കാനിങ് മെഷീനകത്തോ ആ രോഗം വെളിപ്പെടുകയില്ല. ഓഡിയോ ആറിയോ ഓണായിട്ടുണ്ട്, ഓഫ് ചെയ്യണം ദയവായിട്ട്. ഗൗരവമുള്ളൊരു വിഷയമാണ് ഞാൻ പറയുന്നത്. നോക്കി. അപ്പോൾ ഈ രോഗം സൗഖ്യമാകണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോയാലോ സ്കാനിങ് മെഷീനിലൊക്കെ പോയി തപ്പിയാൽ രോഗം വെളിപ്പെടുകയില്ല. പക്ഷെ വീട്ടിൽ വന്ന് കയറുമ്പോൾ രോഗം ഉണ്ടാവും. സ്തോത്രം. അതെന്താ കാര്യം? ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ മോശക്കാരായതല്ല, മിഷനുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ രോഗം ബാലശിക്ഷയാണ്. സ്തോത്രം.
ഇത് നീ വീട്ടിൽ വന്ന് കയറുമ്പോൾ നീ രോഗിയാണ്. അപ്പോൾ അർത്ഥം ഇത് മാറാൻ ഒറ്റ മാർഗമുള്ളൂ, ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരിക. സ്തോത്രം. ഇത് മാറാൻ വേറെ ഒരു പോംവഴിയുമില്ല. ദൈവത്തിങ്കലേക്ക് അനുതാപത്തോടെ മടങ്ങി വരിക. നിന്നെ മടക്കി വരുത്തുന്നിടം വരെ ദൈവത്തിന്റെ കൈ നിന്റെ മേൽ ഭാരമായിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ പ്രഭാതത്തിൽ ആരോടോ ദൈവാത്മ പറയുന്നു, എല്ലാ രോഗവും പിശാചിന്റെ പെടലേക്ക് വെച്ച് കെട്ടാതെ ഇത് ഞാൻ മടങ്ങി വരാനുള്ള ബാലശിക്ഷയാണോ എന്ന് പുനഃപരിശോധിച്ച് അത് തിരിച്ചു വരാൻ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. എന്നാൽ എല്ലാ രോഗങ്ങളും ബാലശിക്ഷയല്ല. ബാലശിക്ഷയ്ക്ക് നിമിത്തം വരുന്ന രോഗങ്ങൾക്കുണ്ട്. രണ്ടാമത്തെ പ്രോസസ്സിലേക്ക് വരാം. ബാലശിക്ഷയുടെ രണ്ടാമത്തെ പ്രോസസ് ഫൈനാൻഷ്യസ് ക്രൈസിസ് ആണ്. സാമ്പത്തിക ഞെരുക്കം എന്ന് പറഞ്ഞാൽ ഒരു കവർ പാല് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാത്ത രീതിയിൽ ദൈവം നിന്നെ ഞെരുക്കും. സ്തോത്രം. നമുക്ക് ഞെരുക്കം വരുമ്പോൾ എല്ലാം പിശാചിന്റെ പെടലിക്കോട്ട് നമ്മൾ വെച്ചു കൊടുക്കും. സ്തോത്രം. സാത്താൻ നമ്മളെ ഞെരുക്കത്തില്ല എന്ന് ഞാൻ പറയില്ല, ഞെരുക്കാം. പക്ഷേ ദൈവത്തിന്റെ ബാലശിക്ഷയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഞെരുക്കം ഭയങ്കരമാണ്. ആമോസിന്റെ പ്രവചനം വീട്ടിൽ പോയി നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. വാക്യമൊന്നും പറയുന്നില്ല, തപ്പിയെടുത്താൽ മതി. സമയം കണ്ടെത്തുന്നത് നന്നായിരിക്കും. അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ കൊയ്ത്തിന് 4 മാസം മുമ്പ് നിങ്ങളുടെ മഴ മുടക്കി കളഞ്ഞു. 2, നിങ്ങളുടെ കണ്ടത്തിൽ വെള്ളം വരാതെ, എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ കണ്ടത്തിലൊക്കെ വരുന്നുണ്ട്, നിങ്ങളുടെ കണ്ടത്തിൽ വരാതെ ഞാനത് തടഞ്ഞു. 3, ഞാൻ നിങ്ങളെ അപ്പത്തിന്റെ കോൽ ഒടിച്ചു കളഞ്ഞു. ഞാൻ നിങ്ങളെ ഞെരുക്കി. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടും, അടുത്ത പദം, എന്നിട്ടും നിങ്ങൾ എങ്കലേക്ക് തിരിഞ്ഞില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അപ്പത്തിന്റെ കോലൊടിച്ച് നിങ്ങൾക്ക് ക്ഷാമം വരുത്തിയിട്ടും നിങ്ങളുടെ കൊയ്ത്ത് സംഭവിക്കുന്നതിന് മുമ്പുള്ള പിന്മഴയെ മുടക്കിക്കളഞ്ഞ് നിങ്ങളുടെ കൊയ്ത്ത് കരിച്ചു കളഞ്ഞു. നിങ്ങളുടെ കണ്ടത്തിൽ വെള്ളം വന്നില്ല. ഇത്രയൊക്കെ ഞാൻ വരുത്തിയത് എന്തിനാണെന്നറിയാമോ? നിങ്ങൾ എങ്കിലേക്ക് തിരിയാനാണ്. പക്ഷെ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. സാമ്പത്തിക ഞെരുക്കമുണ്ടാകും, നിന്റെ ജോലി പോകും, നിന്നെ ദൈവം 4 ഭാഗത്തു നിന്ന് കൂട്ടും. അതുകൊണ്ട് അതിനു മുൻപ് ബാലശിക്ഷയാണത്. മടങ്ങി വരാൻ തയ്യാറായിക്കൊള്ളുക. അതിന് പ്രവാചകന്മാരുടെ പുറകെ അല്ല ഓടേണ്ടത്. ആദ്യം ദൈവസന്നിധിയിൽ ഇത് ബാലശിക്ഷയാണോ എന്ന് പുനഃപരിശോധിച്ച്, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് പരിശോധിച്ച് ശാശ്വത മാർഗത്തിലേക്ക് മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു. സ്തോത്രം. മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, ഈ രോഗങ്ങളിലൂടെയും സാമ്പത്തിക ഞെരുക്കത്തിലൂടെയൊക്കെ ഇയാളെ പാപത്തിനകത്തുനിന്ന് തിരിച്ചു പിടിക്കാൻ ദൈവം ശ്രമിച്ചിട്ടും ഇവനിത് മനസ്സിലാകാതെ വരുന്നാൽ അവൻ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോയാൽ അവസാനത്തെ ഒരു നടപടിയുണ്ട്. ആ നടപടി എന്ന് പറഞ്ഞാൽ ആയുസിന്റെ മധ്യത്തിൽ വെച്ച് ദൈവം എടുക്കും. സ്തോത്രം. അതാണ് ദാവീദ് പാപം ചെയ്തതിന് ശേഷം ഭയത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിൽ ദാവീദ് പറയുന്നു, ആയുസിന്റെ മധ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുതേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മരണങ്ങളും ബാലശിക്ഷയല്ല, പക്ഷേ ബാലശിക്ഷ നിമിത്തം ദൈവം എടുക്കുന്ന മരണങ്ങൾക്കുണ്ട്. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇങ്ങനെയാണ്, ദൈവം ജഡത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, ആത്മാവിനാണ്. ഈ മനുഷ്യന് വേണ്ടി ദൈവം അവനെ മടക്കിക്കൊണ്ടുവരാൻ വിവിധ ബാലശിക്ഷ അയച്ചിട്ടും ഇവനത് തിരിച്ചറിയാതെ പാപത്തിൽ തന്നെ ശക്തമായി തുടരുകയാണെങ്കിൽ ഇവൻ വീണ്ടും പാപം ചെയ്ത് അവന്റെ നിത്യത നഷ്ടപ്പെടുമെന്ന് ബോധ്യപ്പെട്ടാൽ അതിനു മുമ്പ് ദൈവം പറയും, ബ്രദറിക്ക് പോരാൻ പറയും. ആ വിളിയാണ് ആയുഷിന്റെ മധ്യത്തിൽ വെച്ചുള്ള മരണം. സ്തോത്രം. അങ്ങനെ സംഭവിക്കുന്ന പലരും ഉണ്ട്. പക്ഷെ ശവോടക്കിന് പോയിരുന്ന ദൈവം വിളിപ്പിച്ചതാ, നിന്നെ തട്ടിയതാണെന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. സ്തോത്രം. പിന്നെ ബുദ്ധിയുള്ളവരത് ഗ്രഹിക്കും. അപ്പൊ അതുകൊണ്ട് കുടുംബങ്ങളിൽ ഈ ബാലശിക്ഷ നിങ്ങളുടെ കുടുംബങ്ങളിൽ പിള്ളേർക്കൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ പറഞ്ഞവരെ ബോധ്യപ്പെടുത്തണം, ദൈവത്തിന്റെ കരം ചെറുതല്ല, ദൈവത്തിന്റെ കരം വലുതാണ്. സ്തോത്രം. ബാലശിക്ഷ പേരിൽ മാത്രമേ ഉള്ളൂ ചെറുതായിട്ട് തോന്നുന്നു, പക്ഷെ പ്രവൃത്തി വലുതാണ്. ഒന്നുകൂടെ ഇറങ്ങിപ്പറയാം, നമ്മുടെ ദൈവം ആരെയും പെട്ടെന്ന് ശിക്ഷിക്കുന്ന ദൈവമല്ല. സ്തോത്രം. കാരണം മാക്സിമം സമയം ദൈവം ഒരാൾക്ക് അനുവദിച്ചു കൊടുത്തിട്ട് ശേഷമേ അവൻ അതേ ന്യായവിധിക്കായി എഴുന്നേൽക്കത്തുള്ളൂ. നമുക്ക് തുയതൈര സഭയോട് ദൂത് പറയുമ്പോൾ വ്യഭിചാരിയും അതേ ദുർനടപ്പുകാരിയും വ്യഭിചാരിയുമായ ഇസബേലിനോട് വരെ ദൈവം പറയുക, നിനക്ക് മാനസാന്തരപ്പെടാൻ ഞാൻ സമയം ഒത്തിരി തന്നു. കണ്ടോ? സ്തോത്രം. അപ്പോൾ എത്ര മോശക്കാരിയാണെങ്കിലും എത്ര കുഴപ്പക്കാരനാണെങ്കിലും ദൈവത്തിന്റെ ദീർഘക്ഷമ വലുതാണ്. അവൻ മാക്സിമം സമയം നിനക്ക് തരും. പക്ഷേ ആ ദീർഘക്ഷമയുടെ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ നീ നിലവിളിച്ചാൽ പോലും ഒരു സെക്കൻഡ് നിനക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് ചാൻസ് മിസ്സാക്കരുത്.
ഇപ്പോൾ ശിക്ഷയൊന്നും കിട്ടിയില്ല, ഞാൻ പാപം ചെയ്യുന്നുണ്ട്, ഒരു മനുഷ്യൻ അറിയുന്നില്ല, അതെ ശിക്ഷ കിട്ടിയില്ലെന്ന് കരുതി ദൈവം പൊട്ടനാണെന്ന് വിചാരിക്കരുത്. ദൈവം നിനക്ക് മാക്സിമം സമയം തന്നിരിക്കുകയാണ്. അത് മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. അവൻ ന്യായവിധിക്കായി എഴുന്നേറ്റ് കഴിഞ്ഞാൽ, സങ്കീർത്തനക്കാരന്റെ ഭാഷ പറഞ്ഞാൽ, അവൻ നിങ്ങളെ കീറിക്കളയും. വെടിവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. IPCക്കാരനും പറ്റുകയില്ല, ചർച്ചക്കൂടുകാരനും പറ്റുകയില്ല, ഒരു സ്പെഷ്യലിസ്റ്റിനും പറ്റുകയില്ല. ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചാൽ നീ രക്ഷപ്പെടുകയില്ല. കീറിയാൽ കീറിയതാണ്. അതുകൊണ്ട് ആത്മാവ് ചിലരോട് ഇന്ന് രാവിലെ സ്നേഹത്തിന്റെ ഭാഷയിൽ പറയുന്നു, ബ്രദർ മടങ്ങി വരിക, ബാലശിക്ഷയിൽ പോയി പെടരുത്. മൂന്നാമത്തെ ന്യായവിധി എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ ന്യായവിധിയെ കുറിച്ചായി പറയുന്നത്. അപ്പോൾ ഒന്ന്, പാപി എന്ന നിലയിൽ കഴിഞ്ഞുപോയ ന്യായവിധി. രണ്ട്, പുത്രൻ എന്ന നിലയിൽ ഇപ്പോൾ നടക്കുന്ന ന്യായവിധി. അതാണ് ഞാൻ പറഞ്ഞത്. ആ പുത്രൻ എന്ന നിലയിൽ എന്ന് പറഞ്ഞാൽ ജഡത്തിൽ വിതച്ച ജഡത്തിൽ കൊയ്തേ പോകാൻ പറ്റുള്ളൂ. ഈ ഭൂമിയിൽ വെച്ച ഒരു പാപം ഒരാൾ ചെയ്താൽ മരിക്കുന്നതിന് മുമ്പ് നീ അത് അനുഭവിച്ചിട്ട് പോവുള്ളൂ. കാരണം നിന്നെ ഇവിടെ ഇട്ട് ശുദ്ധീകരിച്ചിട്ട് ദൈവം മുകളോട്ട് എടുക്കത്തുള്ളൂ. സ്തോത്രം. അതാണ് പുത്രൻ എന്ന നിലയിൽ ഇപ്പോൾ നടക്കുന്ന ന്യായവിധി. മൂന്നാമത്തെ ന്യായവിധിയാണ് ദാസൻ എന്ന നിലയിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന ന്യായവിധി. അത് ദാസൻ എന്ന നിലയിലാണ്. അത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ന്യായവിധിയാണ്. അതാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. സ്തോത്രം. അതാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞ് സ്തോത്രം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഈ ക്രിസ്തുവിന്റെ ന്യായാസനം എന്നത് ഈ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്. സ്തോത്രം. അദ്ദേഹം ഈ ഗ്രീസുകാരനാണല്ലോ. അദ്ദേഹത്തിന് ജന്മസ്ഥലമല്ല. അദ്ദേഹത്തിന് ഈ ഗ്രീസൊക്കെ വളരെ നന്നായി അറിയാവുന്ന സ്ഥലമാണ്. അപ്പോൾ അദ്ദേഹം ഈ ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയാനുള്ള കാരണം, സ്തോത്രം, ഈ ക്രിസ്തുവിന്റെ ന്യായാസനം എന്നതിന്റെ മൂലഭാഷയായി ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത് ബീമ എന്ന ഒരു പദമാണ്. ക്രിസ്തുവിന്റെ ന്യായാസനം എന്നതിന് അതിന്റെ മൂലഭാഷ ആയ ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത് ബീമ എന്നൊരു പദമാണ്. സ്തോത്രം. ആ പദത്തിന്റെ അർത്ഥം ഉയർന്ന പീഠം എന്നതാണ്. ഉയർന്ന പീഠം എന്നതാണ്. അപ്പൊ ഈ ബീമ എന്ന്, അല്ലെങ്കിൽ ഉയർന്ന പീഠം എന്ന്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് അദ്ദേഹം പറയാൻ കാരണം, ഗ്രീസിലെ ഏതൻസിൽ നടക്കുന്ന ഒളിമ്പിക്സ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. സ്തോത്രം. ഈ ഒളിമ്പിക്സിൽ ജേതാക്കളായി അവാർഡ് വാങ്ങിച്ചിട്ട് വരുന്ന മത്സരാർത്ഥികൾക്ക് അവർക്ക് അവാർഡുകൾ കൊടുക്കുന്ന അതിന് അധികാരപ്പെട്ട ചുമതലപ്പെട്ടയാള് ഒരു ഉയർന്ന പീഠത്തിൽ കയറി നിന്നാണ് ഈ പ്രതിഫലങ്ങൾ ഈ ഇതിൽ പങ്കെടുത്ത് ജയിച്ചു വരുന്നവർക്ക് കൊടുക്കുന്നത്. ആ ഉയർന്ന പീഠം മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുന്നിൽ നാം നിൽക്കേണ്ടി വരുന്ന ഒരു സമയം വരുന്നു. സ്തോത്രം. അതൊരു ഉയർന്ന പീഠം ഉള്ള ഒരു ന്യായാസനമാണ്. അതാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. സ്തോത്രം. ക്രിസ്തുവിന്റെ ന്യായാസനം എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ വളരെ ലളിതമായി പറയാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് മേഘപ്രത്യക്ഷതയും, 2 മഹത്വ പ്രത്യക്ഷതയും. മേഘപ്രത്യക്ഷതയിൽ കർത്താവ് സഭയെ ചേർക്കാൻ വേണ്ടി വരുന്നു. കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നു, സഭ ഉൽപ്രാവണം ചെയ്യുന്നു. മേഘങ്ങളിൽ കർത്താവിനെ എതിരേൽക്കാൻ സഭ ഇവിടുന്ന് പോകുന്നു. സഭ കർത്താവിനെ എതിരേറ്റ് കഴിയുമ്പോൾ അത് 2 കാര്യങ്ങളാണ് കർത്താവിന്റെ വരവിൽ സംഭവിക്കാൻ പോകുന്നത്. കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരവിൽ സംഭവിക്കാൻ പോകുന്നത്. ഒന്ന്, ജീവനോടെ ശേഷിക്കുന്ന ആളുകളും മരിച്ചുപോയ വിശുദ്ധന്മാരായ ആളുകളും. സ്തോത്രം. ഇതിൽ ആദ്യത്തെ സംഭവം ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുത്ഥാനമാണ് സംഭവിക്കുന്നത്. കർത്താവ് മേഘങ്ങളിൽ വന്ന് നിൽക്കുമ്പോൾ ഉൽപ്രാവണം നടക്കും. അപ്പോൾ അതിൽ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം പുനരുത്ഥാനം ചെയ്യും. 2, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. ഈ 2 സംഭവത്തിന് ശേഷം നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മേഘപ്രത്യക്ഷതയിൽ വന്ന് സഭ ഉൽപ്രാവണം ചെയ്തതിന് ശേഷമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം അത് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ ന്യായാസനത്തിന്റെ ന്യായാധിപതി ആരാണ്? സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്, പിതാവായ ദൈവം എല്ലാ ന്യായവിധിയും പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം. അതിന്റെ കാരണം, വില കൊടുത്തതും രക്തം കൊടുത്തതും അതേ തന്റെ ദേഹം എന്ന് തിരശ്ശീല കീറിയതും എല്ലാം ആരാണ്? പുത്രനാണ്. സ്തോത്രം. പുത്രൻ ആണ് ക്രൂശിക്കപ്പെട്ടത്, പുത്രനാണ് വില കൊടുത്തത്, പുത്രനാണ് രക്തം നമുക്ക് വേണ്ടി നൽകിയത്, നമ്മെ പാപത്തിൽ നിന്ന് വിളിച്ച്. അതുകൊണ്ട് തന്നെ നമ്മെ ശിക്ഷ വിധിക്കാനുള്ള
എല്ലാ അധികാരവും പിതാവ് പുത്രന് കൊടുത്തിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ഇന്ന് പുത്രനിൽ വിശ്വസിക്കാത്തവരെല്ലാം ന്യായവിധി ഉണ്ട് അന്ന്. സ്തോത്രം. അപ്പോൾ ആ ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ അവർക്ക് ന്യായവിധി ഇല്ല. അവരുടെ ന്യായവിധിയൊക്കെ പുത്രനിൽ വിശ്വസിക്കാത്തവരുടെ ന്യായവിധിയൊക്കെ വരാൻ പോകുന്നത് വെള്ള സിംഹാസനത്തിന് മുമ്പിലാണ്. എന്നാൽ പുത്രനിൽ വിശ്വസിക്കുന്ന ആളുകൾക്കെല്ലാം അതെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ ന്യായമായ വിധി നടപ്പിലാക്കുന്നത് യേശു ക്രിസ്തു എന്ന ന്യായാധിപനാണ്. ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ, അതുകൊണ്ടാണ് ഇതിനെ ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പേര് വന്നത്. അപ്പോൾ ഈ യേശു ക്രിസ്തുവാണ് ന്യായവിധി നടത്തുന്നത്. ആട്ടെ, ഈ ന്യായാധിപന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, ഈ ന്യായാധിപനെ കുറിച്ച് 2 തിമോഥെയോസ് 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നത്, ഈ ന്യായാധിപൻ ആരാണ്? അവൻ നീതിയുള്ള ന്യായാധിപനാണ്. സ്തോത്രം. അപ്പോൾ നീതിയുള്ള ന്യായാധിപൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിലിരിക്കുന്ന ആ ന്യായാധിപനായ യേശു ക്രിസ്തു, ആ അദ്ദേഹത്തിൽ നിന്ന്, ആ യേശു ക്രിസ്തുവിൽ നിന്ന് വരുന്ന ഓരോ ന്യായവിധിയുടെ വാക്കുകളും അത്ര പെർഫെക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു സാത്താനും അത് ചൂഴ്ന്നു നോക്കിയപ്പോഴും ഒരനീതിയും പറയാൻ കഴിയാത്ത രീതിയിൽ ദൈവം അത്ര നീതിയുള്ള വിധിയാണ് പുറപ്പെടുക. എന്നാലും ഈ ലോകത്തിലും കോടതിയുണ്ട്. ലോകത്തിൽ കോടതി ഉണ്ടല്ലോ. കോടതിയുടെ വിധികളൊക്കെ വന്നു കഴിയുമ്പോൾ എത്രയോ പേര് പറയുന്നു ആ വിധി പോരായിരുന്നു, ആ വിധിക്കകത്ത് ഇങ്ങനെ ആയിരുന്നു, ഇപ്പൊ പ്രത്യേകിച്ച് ടി വിയിലൊക്കെ പല ചർച്ചകൾ നടക്കുന്നുണ്ട് വിധികളെ കുറിച്ച്. പക്ഷെ ഇവിടെ ഒരു ചർച്ചയ്ക്കുള്ള വഴിയില്ല. കാരണം അത്ര നീതിയുള്ള ന്യായാധിപനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവനൊരു വിധി പുറപ്പെടുവിച്ചാൽ അത് ഫിക്സ്ഡ് ആണെന്നുള്ള കാര്യത്തിൽ മറന്നു പോകരുത്. സ്തോത്രം. ഇനി ന്യായാസനത്തിന് മുമ്പിൽ ആരാണ് നിൽക്കാൻ പോകുന്നത്? സ്തോത്രം. ഈ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കാൻ പോകുന്നതെല്ലാം രക്ഷിക്കപ്പെട്ടവരാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. സ്തോത്രം. പൗലോസ് ഇവിടെ പറയുന്നത്, സ്തോത്രം, റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, സ്തോത്രം, നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പ് നിൽക്കേണ്ടി വരും. കണ്ടോ, നാം എല്ലാവരും, ആ പദമായിരിക്കുന്നത്, നാം എല്ലാവരും. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിനകത്തും അത് തന്നെയാണ് പൗലോസ് പറയുന്നത്, നാം എല്ലാവരും. അപ്പൊ ഇത് രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചാണ് പറയുന്നത്, നാം എല്ലാവരും. സ്തോത്രം. ഇനി ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ എങ്ങനെയാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്? കുടുംബമായിട്ടാണോ, സഭയായിട്ടാണോ, അതോ സ്റ്റേറ്റ് തിരിച്ചാണോ, റീജിയൻ തിരിച്ചാണോ, എങ്ങനെയാണ് നിൽക്കാൻ പോകുന്നത്? റോമർ 14-12 വളരെ വ്യക്തമായി പറയുന്നു, ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കണ്ടോ, നമ്മിൽ ഓരോരുത്തൻ വ്യക്തിപരമാണ്. സ്തോത്രം. ഇനി അത് തന്നെയാണ് വെളിപ്പാട് പുസ്തകം 22-12 വരുമ്പോഴും പറയുന്നു, നമ്മിൽ ഓരോരുത്തൻ. അപ്പോൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പം നിന്റെ സഭയിലെ പാർശ്വം നിനക്ക് റെക്കമെൻഡ് കാണത്തില്ല. ഇപ്പം നിന്നെ കൂടെ താമസിക്കുന്ന ഭാര്യയും കാണത്തില്ല, ഭർത്താവും കാണുകയില്ല, മക്കളും കാണുകയില്ല, എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ഫ്രണ്ടും കാണുകയില്ല. ഇപ്പൊ നിന്നെ ആവശ്യമില്ലാത്തതിനകത്തെല്ലാം പ്രേരിപ്പിക്കുന്ന ഒരു പുള്ളിയും നിന്നെ റെക്കമെൻഡ് ചെയ്യാനോ നിന്നെ ഹെൽപ്പ് ചെയ്യാനോ, നീ തനിച്ചു നിന്ന് കണക്ക് കൊടുക്കേണ്ടി വരും. സ്തോത്രം. ഇപ്പോഴാണ് ആരോടെങ്കിലും ഒക്കെ പറയാം. പക്ഷെ ആ ന്യായാസനത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ പാസ്റ്ററും ഇല്ല, കുടുംബവും ഇല്ല, സ്റ്റേറ്റും ഇല്ല, റീജിയനും ഇല്ല, സഭയില്ല, ഒന്നുമില്ല. തനിച്ചു നിന്ന് കണക്ക് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ഓർക്കുന്നുണ്ടോ ദൈവമക്കളെ? ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമാണ്, നിങ്ങൾ ഒറ്റപ്പെട്ട് പോകും, നിങ്ങൾക്കൊന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടാകും. ക്രിസ്തുവിന്റെ ന്യായാസനം, അത് ഭയത്തോടെ നമ്മുടെ ജീവിതം ഇന്ന് കഴിക്കുവാൻ ഈ ന്യായാസനത്തെ കുറിച്ചുള്ള ഓർമ്മ അത്യന്താപേക്ഷിതമാണ്. നാം തനിച്ചു നിന്ന് കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് പരിശുദ്ധാത്മാവ് പറയും. ഇനി ഈ ന്യായാസനത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇരിക്കുകയാണ്. നാം ഓരോരുത്തരും കണക്ക് കൊടുക്കാൻ അവന്റെ മുന്നിൽ തനിച്ചു നിൽക്കേണ്ടി വരും. സ്തോത്രം. അപ്പോൾ എന്താണ് ഈ ന്യായാധിപൻ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ കയ്യിൽ ഒത്തിരി പുസ്തകങ്ങളുണ്ട്. സ്തോത്രം. ഈ ന്യായാധിപനായ യേശു ക്രിസ്തുവിന്റെ അതിൽ ഒരു പുസ്തകം തുറക്കും. സ്തോത്രം. ആ പുസ്തകത്തിന്റെ പേരാണ് സ്മരണയുടെ പുസ്തകം. സ്തോത്രം. മലാഖി പ്രവചനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സ്മരണയുടെ പുസ്തകം. സ്തോത്രം. അവിടെ ആ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം പരാമർശിക്കുന്നു, യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണയുടെ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു.
ഈ സ്മരണയുടെ പുസ്തകം ആർക്കു വേണ്ടിയാണ്? നാട്ടുകാരുടെ കാര്യം എഴുതാൻ വേണ്ടിയല്ല. പിന്നെ അവിടെ എഴുതിയിട്ടുണ്ട്, ആ പുസ്തകത്തിൽ ആരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, യഹോവ ഭക്തന്മാർക്കും. അപ്പോൾ ഈ പുസ്തകത്തിനകത്ത് ആരെ കുറിച്ച് എഴുതിയിരിക്കുന്നത്? യഹോവ ഭക്തന്മാരെ കുറിച്ച് എഴുതി. അയ്യോ, സ്തോത്രം. നമ്മൾ അതിന്റെ മുന്നിൽ ഓരോരുത്തർ നിൽക്കും, കണക്ക് കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പം ന്യായാധിപനായ യേശു ക്രിസ്തു ഈ പുസ്തകം തുറക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ പേരുണ്ട്. സ്തോത്രം. അതിനകത്ത് എന്തൊക്കെ കാണുന്നറിയാമോ? യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചെന്ന് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. അയ്യോ, മനസ്സിലായില്ലേ? നീ സംസാരിച്ച ഓരോ വാചകവും അതിനകത്ത് എഴുതി വെച്ചിരിക്കുക. നീ പാസ്റ്ററിനെതിരെ സംസാരിച്ചതും, നീ ഭാര്യക്കെതിരെ സംസാരിച്ചതും, ഫോണിൽ കൂടെ സംസാരിച്ചതും, വാട്സപ്പിൽ അയച്ചതും സകലവും അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നീ മറക്കും, ദൈവം എല്ലാം എഴുതി വെച്ചിരിക്കുക. അയ്യോ, സ്തോത്രം. നാണം കെടാൻ ഇടവരരുത്. സ്തോത്രം. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി മത്തായി സുവിശേഷം 12:36 പറഞ്ഞത്, മനുഷ്യൻ സംസാരിക്കുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. കുഞ്ഞെ, നീ ഇന്ന് അത് പലരും അറിയാതെ സംസാരിക്കുന്ന പല വാചകങ്ങളും, ഒളിഞ്ഞും മറഞ്ഞു വരുന്ന പാര വെക്കാൻ പറയുന്ന വാചകങ്ങളും സകലതും ഈ പുസ്തകത്തിൽ നീ മറക്കും. പക്ഷെ ദൈവം ഈ സ്മരണയുടെ പുസ്തകത്തിൽ എഴുതി വെക്കും. അന്ന് അത് അവൻ തുറന്ന് വായിക്കും. അന്ന് തലകുനിയാൽ ഇടവരാതിരിക്കേണ്ടതിന് നിന്റെ വായുടെ അതരത്തിനൊരു കാവൽ വെച്ച് ജീവിക്കാൻ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. അല്ലെങ്കിൽ നീ ലജ്ജിക്കപ്പെട്ടു പോകും. സ്തോത്രം. ഇനി അത് മാത്രമാണോ? അത് മാത്രമല്ല. പിന്നെ 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അവിടെ വളരെ വ്യക്തമായിട്ട് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. സ്തോത്രം. അത് മറ്റൊന്നുമല്ല, ആകയാൽ കർത്താവ് വരുവോളം ആ സമയത്തിന് മുമ്പ് നിങ്ങൾ ആരെയും വിധിക്കരുത്. അടുത്തത് പറയുന്നു, അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നതെല്ലാം വെളിച്ചത്താകും. അയ്യോ, ഈ പുസ്തകം അങ്ങോട്ട് തുറക്കുമ്പോൾ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന എല്ലാം വെളിച്ചത്താകും. സ്തോത്രം. 2, ഹൃദയത്തിന്റെ ആലോചനകളെ എല്ലാം അവൻ വെളിപ്പെടുത്തും. മനസ്സിലായി? ചില ആളുകള് ഞങ്ങൾ സംസാരിച്ചിട്ടില്ലല്ലോ, പിന്നെ ആ പുസ്തകത്തിൽ കുഴപ്പമൊന്നുമില്ല. സംസാരിച്ചില്ല, പക്ഷെ നീ ഹൃദയത്തിൽ ആലോചിച്ചില്ലേ? അതെല്ലാം വെളിപ്പെടും. അയ്യോ, മിണ്ടുന്നില്ല. ഞങ്ങൾ ആരോടും മെസ്സേജ് വായിച്ചിട്ടില്ല, ഞങ്ങൾ വർത്താനം പറയണ്ടേ, പക്ഷെ നീ മനസ്സിൽ ചിന്തിച്ചല്ലോ, എന്ത് ഇയാൾക്കൊന്നും ഒരു കുഴപ്പവും വരുന്നില്ലല്ലോ എന്ന് നീ ചിന്തിച്ചില്ലേ? അത് മൊത്തം വെളിപ്പെടും. സ്തോത്രം. മനസ്സിലായി? നീ തനിച്ചിരുന്ന് ചിന്തിച്ച ആലോചന ഉണ്ടല്ലോ, അവരുടെ പിള്ളേരെ കുറിച്ചും അവരുടെ മക്കളെ കുറിച്ചും ഇന്ന് ദൈവദാസനെ കുറിച്ചും ഒക്കെ ഈ നിന്റെ സകല ആലോചനകളും ദൈവം അതെ വലിയ TV സ്ക്രീനിൽ കൊണ്ടുവരുന്ന പോലെ സ്മരണയുടെ പുസ്തകം തുറന്ന് വായിക്കും, വിളിക്കും, പേര് വിളിക്കും. ബ്രദർ റെജി ഉണ്ട്, നീ അന്ന് ആ കവലയ്ക്ക് നിന്ന് ഈ കാര്യം ചിന്തിച്ചായിരുന്നല്ലോ. അപ്പോഴാണ് ഞാൻ പോലും ഓർക്കുന്നത് അന്ന് ചിന്തിച്ചത്. സ്തോത്രം. മനസ്സിലാവുന്നത്? നമ്മൾ മറക്കും, ദൈവം മറക്കുകയല്ല. ദൈവം എന്ന് പറയാൻ എല്ലാം എഴുതി വെച്ചിരിക്കുക. എന്റെ പ്രിയരെ, സത്യമായി ഞാൻ നിങ്ങളോട് പറയാം, ആ ന്യായാസനത്തിന്റെ മുമ്പിൽ നിന്ന് ലജ്ജിക്കേണ്ടി വരരുത്. സ്തോത്രം. വരാതിരിക്കണമെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് ഒരു ചെവി കൂടെ കേട്ട് അടുത്ത ചെവി കൂടെ കളയരുത്. കളഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. സ്തോത്രം. പക്ഷെ അന്ന് അവിടെ നിൽക്കുമ്പം നീ ലജ്ജിക്കപ്പെടും. ലജ്ജിക്കപ്പെടാതിരിക്കാൻ ഭയത്തോടെ പ്രവാസ ജീവിതം കഴിപ്പാൻ പരിശുദ്ധാത്മാവ് രാവിലെ ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. ഇതൊന്നും ആളുകൾ ഈ കാലത്ത് ശ്രദ്ധിക്കുകയല്ല. എല്ലാവർക്കും വിടുതൽ മാത്രം മതി. ഇവിടെ കിടന്ന കറങ്ങത്തേ ഉള്ളൂ വിടുതലും കൊണ്ട്. മോളിൽ ചെല്ലുമ്പോൾ പണി കിട്ടും. സ്തോത്രം. കിട്ടാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഇതേ വിഷയത്തെക്കുറിച്ച് വിരൽ ചൂണ്ടി സംസാരിക്കുന്നത്. സ്തോത്രം. ഞാൻ ഓടിപ്പോകട്ടെ. ഈ ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ പാപം പരിശോധിക്കപ്പെടുന്ന സ്ഥലമല്ല. അതാദ്യം ശ്രദ്ധിച്ചോണം. ഇവിടെ നമുക്ക് പ്രതിഫലങ്ങൾ തരുന്ന സ്ഥലമാണ്. സ്തോത്രം. പിന്നെ ഇവിടെ പരിശോധിക്കപ്പെടുന്നത് ഒരാളുടെ ലൈഫിന്റെ പാപമല്ല ഇവിടെ പരിശോധിക്കപ്പെടുന്നത്. ഇവിടെ പരിശോധിക്കപ്പെടുന്ന കാര്യം, പാപം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ബാലശിക്ഷയിലൂടെ പാപത്തിനുള്ള ശിക്ഷ നൽകിയിട്ടാണ് മുന്നോട്ട് എടുക്കുന്നത്. പക്ഷേ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ പരിശോധിക്കപ്പെടുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. സ്തോത്രം. ആ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ തന്നെയാണ്. സ്തോത്രം. അപ്പോൾ നമുക്ക് ഈ ന്യായാസനത്തിന് മുമ്പിൽ വെച്ചാണ് പ്രതിഫലങ്ങൾ കൈമാറുന്നത്. നമുക്കറിയാമല്ലോ, എബ്രായ ലേഖനം 6:10 പറയുന്നത് എന്താ? നാം കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്തതും അവനെ ശുശ്രൂഷിച്ചതും ശുശ്രൂഷിക്കുന്നതിനാലും ഇതൊന്നും മറന്നു കളയാൻ ദൈവം അനീതിയുള്ള ദൈവമല്ലെന്നാണ് പറഞ്ഞത്. അതെ,
നീ കർത്താവിന് വേണ്ടി ഒരു വാക്ക് പറഞ്ഞത്, കർത്താവിന് വേണ്ടി കൊടുത്തത്, ചെയ്തത്, ഇതിനെല്ലാം ദൈവം ഇതൊന്നും മറന്നു കളയാൻ അനീതിയുള്ള ദൈവമല്ല എന്ന് പറഞ്ഞ അർത്ഥം ഇതിനൊക്കെ ഒരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം നിനക്ക് ലഭിക്കാൻ പോകുന്ന സ്ഥലമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം. മത്തായി സുവിശേഷം 10:42 നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം, ഒരു തണ്ണീർ വെള്ളം നിങ്ങൾ കൊടുത്താൽ, സ്തോത്രം, ഒരു പാനപാത്രം തണ്ണീർ നിങ്ങൾ ഒരു ചെറിയവന് കൊടുത്താൽ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാവും യേശു പറയുന്നുണ്ട്. അതിന്റെ കോണ്ടസ്റ്റ് വേറെ ആണെങ്കിലും കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രതിഫലമൊക്കെ കിട്ടുന്നത് എവിടെയൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടുമെന്ന് പറയുന്നുണ്ടോ, ആ പ്രതിഫലമൊക്കെ കിട്ടുന്നത് ഈ ന്യായാസനത്തിന്റെ മുമ്പിലാണ്. സ്തോത്രം. അവിടെ വെച്ച് കർത്താവ് പരിശോധിക്കുന്ന കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ആയുസിൽ, പുരുഷായുസിലാകട്ടെ സ്ത്രീയുടെ ആയുസിലാകട്ടെ, 80 കൊല്ലം ദൈവം നിനക്ക് തന്നു, 70 കൊല്ലം തന്നു, 60 കൊല്ലം തന്നു, 100 കൊല്ലം തന്നു. നീ എത്ര സമയം ദൈവത്തിന് വേണ്ടി നിന്റെ സമയം ഉപയോഗിച്ചു, നിന്റെ പണം എത്ര ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചു, നിന്റെ ആരോഗ്യം എത്ര ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചു, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ, സ്തോത്രം, നാം എന്ത് ചെയ്യേണ്ടി വരും? നാം പല കാര്യങ്ങൾക്കും നാം അവിടെ നമ്മെ പരിശോധിക്കേണ്ടി വരും. സ്തോത്രം. അതുകൊണ്ടാണ് ഈ ന്യായാസനത്തെ കുറിച്ച് പറയുമ്പോൾ റോമാലേഖനം 14:12 പറയുന്നു, ഇത് കണക്ക് കൊടുക്കേണ്ടി വരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കണക്ക് കൊടുക്കേണ്ടി വരുന്ന സ്ഥലമാണ്. അയ്യോ വിശ്വാസികളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇപ്പോൾ അലസമായി കിടന്ന് കൈയും കെട്ടി കിടന്ന് ഉറങ്ങുന്നവരെയൊക്കെ ഓർത്തു വേണം, നീ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ ജീവിതത്തിന് ഓരോ ദിവസത്തിനും, അത് നീ ഉറങ്ങിക്കളയുന്ന, അലസമായി കളയുന്ന, പാഴാക്കി കളയുന്ന ഓരോ മണിക്കൂറിനും ഓരോ സമയത്തിനും നീ കൃത്യമായി കണക്ക് കൊടുക്കേണ്ടി വരും. പ്രാർത്ഥിക്കാതിരിക്കുന്നതിനൊക്കെ ഓർത്തോണം, ഒരു ദിവസം 24 മണിക്കൂർ തന്നിട്ട് സമയത്തിന്റെ ദശാംശമായി 2 മണിക്കൂർ 40 മിനിറ്റ് ദൈവസന്നിധിയിൽ ഡെയിലി കൊടുക്കാത്ത നീ കണക്ക് പറയേണ്ടി വരും. സകലത്തിനും കണക്ക് കൊടുക്കേണ്ടി വരുന്ന സ്ഥലമാണ്, സ്തോത്രം, ക്രിസ്തുവിന്റെ ന്യായാസനം. സ്തോത്രം. ഞാൻ മറ്റൊരവസരം ഉണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയാണെന്നുള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പരിശോധിക്കും എന്നുള്ളത് മറ്റൊരു അവസരത്തിൽ പറയാം. ഇപ്പൊ അത് പറയാൻ പറ്റുകയില്ല പൂർണ്ണമായും. വേറെ തൊട്ടാൽ എനിക്കിതൊന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ കഴിയത്തില്ല. സ്തോത്രം. അപ്പോൾ എങ്ങനെയാണ് അവിടെ പ്രതിഫലം കിട്ടുന്നത്? ചുമ്മാ അങ്ങോട്ട് ചെന്ന് എല്ലാവരും ക്രിസ്തുവിനെ ന്യായാസനത്തിന് മുമ്പ് നിൽക്കുന്നു, ഓരോരുത്തർ പേര് വിളിച്ചിട്ട് പ്രതിഫലം കൊടുക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ ആ ന്യായാസനത്തിന്റെ മുമ്പിൽ ഓരോരുത്തർ നിൽക്കുമ്പോൾ അവരവരുടെ പ്രവൃത്തി, ഏതാ പ്രവൃത്തി? ശരീരത്തിൽ ഇരിക്കുമ്പോൾ നല്ലതാകിലും തീയതാകിലും അവരവർ ചെയ്ത പ്രവർത്തികൾ എന്ത് ചെയ്യും? കർത്താവ് ശോധന ചെയ്യും. സ്തോത്രം. എങ്ങനെയാ ശോധന ചെയ്യുന്നത്? 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശോധന ചെയ്യുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾക്കകത്താണ് നിങ്ങൾ ആ ഭാഗം കാണുന്നത്. സ്തോത്രം. അപ്പോൾ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ആ തീ കൊണ്ട് ശോധന ചെയ്യുകയാണ്. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സ്തോത്രം. തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോരുത്തർ, ഈ തീ എന്ന് ഉദ്ദേശിക്കുന്നത് അക്ഷരിക തീയല്ല, ദൈവത്തിന്റെ വചനം എന്ന തീയാണ്. സ്തോത്രം. ദൈവത്തിന്റെ വചനം എന്ന തീക്കകത്തൂടെ ഓരോരുത്തരുടെ പ്രവൃത്തി കയറ്റിവിടും. ആ തീക്കകത്തൂടെ ചാരമാകാതെ അപ്പുറത്ത് വരുന്ന പ്രവർത്തികൾക്ക് മാത്രമേ എന്തുള്ളൂ? പ്രതിഫലമുള്ളൂ. സ്തോത്രം. അപ്പോൾ മനുഷ്യന്റെ പ്രവൃത്തിയെ രണ്ടായിട്ടാണ് പൗലോസ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് നിലനിൽക്കുന്ന പ്രവൃത്തി, 2 നിലനിൽക്കാത്ത പ്രവൃത്തി. നിലനിൽക്കുന്ന പ്രവൃത്തിയെ പൗലോസ് വിശേഷിപ്പിച്ചിരിക്കുന്നത് 12-ാം വാക്യത്തിലുണ്ട്, പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, ഇത് 3 തീക്കകത്തൂടെ പോയാൽ ചാരമാകത്തില്ല, കുറച്ചുകൂടെ നന്നായി ശോഭിക്കത്തേ ഉള്ളൂ. എന്നാൽ നിലനിൽക്കാത്ത പ്രവൃത്തിയെ പൗലോസ് വിശേഷിപ്പിക്കുന്നത് മരം, പുല്ല്, വൈക്കോൽ, ചാരമായി പോകും. ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ ആ ന്യായാസനത്തിന്റെ മുമ്പ് നിൽക്കുമ്പോൾ ഞാൻ ഓടി കഷ്ടപ്പെട്ട് അധ്വാനിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്ന പല പ്രവർത്തികളും എന്താകുമെന്നറിയാമോ? തീക്കകത്തൂടെ ഓവർകം ചെയ്യത്തില്ല. തീയിൽ പലതും കത്തിപ്പോകും. സ്തോത്രം. അതെന്താ കാര്യം? ഒരു ഉദാഹരണം പറയാം. സ്തോത്രം. ഉദാഹരണം ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു 500 രൂപ ഒരു ദൈവദാസന് കൊടുത്തു. ആ 500 രൂപ നിങ്ങൾ ദൈവദാസന് കൊടുത്തപ്പം അദ്ദേഹം എന്ത് വിചാരിക്കും എന്നോർത്ത് കൊടുത്തതാണെങ്കിൽ, കൊടുത്തില്ലെങ്കിൽ എന്ത് വിചാരിക്കും എന്നോർത്ത് കൊടുത്തതാണെങ്കിൽ,
അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ട് ആരോടെങ്കിലും പറയുകയാണ് ഞാൻ ആ കൺവെൻഷന് അത്രയും പൈസ കൊടുത്തു, അല്ലെങ്കിൽ ആ ദൈവദാസന് കൊടുത്തു എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത ആ പ്രവൃത്തി തീക്കകത്ത് ചാരമായി. സ്തോത്രം. പിന്നെ ചാരമാകാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മത്തായി സുവിശേഷം 6-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ യേശു പറഞ്ഞു. എന്താ പറഞ്ഞത്? സ്തോത്രം. നിങ്ങൾ ഒരാൾക്ക് ഭിക്ഷ കൊടുത്തിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടരുത്. പോസ്റ്റ് ഇട്ടാൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ വെച്ച് എന്നെ പ്രതിഫലം ലഭിച്ചു പോയി. നിങ്ങൾ ഒരാളെ ഹെൽപ്പ് ചെയ്താൽ ഒരു കൈ ചെയ്തത് മറ്റേ കൈ എന്ത് ചെയ്യരുത്? അറിയരുത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്തതിന്റെ പുറകിലുള്ള ഇന്റൻഷൻ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് മാത്രമേ നിങ്ങൾക്ക് തീയിലൂടെ കടന്നു വരൂ. സ്തോത്രം. അല്ല, നിങ്ങളുടെ സ്വയം മഹിമ. അയ്യോ, എന്തോ പ്രിയരെ, ശവക്കോട്ട വരെ ഈയിടെ ഞാൻ കണ്ടു. ഇന്ന കുടുംബത്തിന്റെ വകയെന്ന് പറഞ്ഞ് പേരെഴുതി വെച്ചിരിക്കുക. അവിടെ ശവത്തിന് പോലും കിടക്കാൻ വയ്യ. വ്യക്തിയുടെ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്നത്. സഭാഹോളിൽ ദേശാംശം കൊടുത്തവരുടെ പേര് വായിക്കുന്നു, ഇന്ന സംഭാവന തന്നവരുടെ പേര് വായിക്കുന്നു. നിനക്ക് പ്രതിഫലം ഇവിടെ വെച്ച് തന്നെ ലഭിച്ചു പോയി. നീ സഭാഗോളിന് സ്ഥലം കൊടുത്തതിനോ നീ സഭാഗോളിന് പണം കൊടുത്തതൊന്നും മോളിൽ ചെലവാകത്തില്ല, എല്ലാം തീക്കകത്ത് കത്തിപ്പോവും. സ്തോത്രം. കാരണം ഇവിടെ വെച്ച് പ്രതിഫലം ലഭിച്ചു, മോളിൽ ചെല്ലുമ്പോൾ കിട്ടുകയല്ല. അതുകൊണ്ട് ഇത് നിലനിൽക്കുന്ന പ്രവൃത്തിയല്ല, അത് മരം പുല്ല് വായിക്കോൾ. സ്തോത്രം. അപ്പൊ ഞാന് കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസന്റെ എഴുത്ത് വായിച്ചപ്പോൾ ചിന്തിച്ചറിയോ, അദ്ദേഹം പറഞ്ഞൊരു വിഷയം, പലരും മുൻപന്മാർ പിൻപന്മാരാകും, പിൻപന്മാർ മുൻപന്മാരാകും. എവിടെ? ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ. ഈ ഭൂമിയിൽ മുൻപന്മാരായി നിൽക്കുന്ന പലരും, പോസ്റ്റർ പേരുള്ള പല ആളുകളും അവിടെ പിൻപന്മാരായി പോകും. കാരണം തീക്കകത്തൂടെ പലതും പുറത്തു വരത്തില്ല, ചാരമായി പോകും. പക്ഷെ ഈ ഭൂമിയിൽ പലരും ഗൗനിക്കാതെ അവഗണിച്ചിട്ടിരിക്കുന്ന പല ആളുകളും അവിടെ മുൻപന്മാരാകും. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അറിയാതെ കർത്താവിന് വേണ്ടി പലതും ചെയ്ത, ട്രാക്ട് കൊടുത്ത, കർത്താവിന് വേണ്ടി അതേ പലരെയും സഹായിച്ച, ആരോടും പറയാതിരിക്കുന്ന എത്രയോ പേരുണ്ട്. അവരിൽ പല ആളുകളും ഭൂമിയിൽ പിൻപന്മാരാണ്, പക്ഷെ അവരവിടെ മുൻപന്മാരാകുന്ന സമയം വരാൻ പോയ. സ്തോത്രം. അതുകൊണ്ട് ഒരു കാര്യം പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഇവിടെയും പിൻപനായി അവിടെയും പിൻപനായി തീരാതിരിക്കാൻ, അതെ, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രം ചെയ്യാൻ തയ്യാറാകുക. നിങ്ങൾക്ക് അവിടെ പ്രതിഫലം കിട്ടുമെന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഓർപ്പിക്കുക. അതുകൊണ്ട് എല്ലാ പ്രവർത്തികൾക്കും അവിടെ പ്രതിഫലമില്ല. പിന്നെ തീയിലൂടെ ശോധന കഴിക്കുമ്പോൾ, വചനമെന്ന തീയിലൂടെ ശോധന കഴിക്കുമ്പോൾ അപ്പുറത്ത് അത് ചാരമാകാതെ നിലനിൽക്കുന്ന പ്രവൃത്തിയായി പുറത്തു വരുന്ന പ്രവൃത്തികൾക്ക് മാത്രം ദൈവം പ്രതിഫലം തരുന്നത്. അവിടുത്തെ പ്രതിഫലങ്ങൾ ഒത്തിരി ഉണ്ട്. അതിൽ പ്രധാന പ്രതിഫലമാണ് കിരീടങ്ങൾ. പിന്നെ മറ്റു ചില പ്രതിഫലങ്ങളും ഉണ്ട്. സ്തോത്രം. അത് പൊസിഷനുമായി ബന്ധപ്പെട്ട പ്രതിഫലങ്ങളാണ്. വലിയവൻ, അതേ, ചെറിയവൻ, ഏറ്റവും വലിയവൻ, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രതിഫലങ്ങൾ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് തിരുവെഴുത്തിൽ. സ്തോത്രം. അതിൽ പ്രധാനമായി 5 കിരീടങ്ങളാണ് ഉള്ളത്. കിരീടങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ കിരീടങ്ങൾ ലഭിച്ചിട്ട് ആ കിരീടങ്ങൾ തലയിൽ നിന്ന് ഊരി യേശുവിന്റെ കാൽക്കൽ വെച്ചാണ് നാം അവനെ ആരാധിക്കേണ്ടത്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ അതിന്റെ മോഡൽ കാണുന്നുണ്ട്. മൂപ്പന്മാർ തലയിൽ നിന്ന് കിരീടങ്ങൾ ഊരി യേശുവിന്റെ കാൽപാദം വെച്ചവനെ ആരാധിക്കുന്നത്. സ്തോത്രം. ഇനി ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കിരീടം കിട്ടാത്തവരുടെ അവസ്ഥ വളരെ മോശമാണ്. അതെന്താ കാര്യം? ഇപ്പം ശിവപാസന് 5 കിരീടം കിട്ടി, തോമസ് ഫിലിപ്പ് ബ്രദറിന് 3 കിരീടം കിട്ടി. ഇവരൊക്കെ തലയെ നൂരിയെടുത്ത് യേശുവിന്റെ കാൽക്ക് വെച്ച് ആരാധിക്കുമ്പോൾ ഞാൻ തലയെ തപ്പുമ്പോൾ കിരീടമൊന്നും കിട്ടിയില്ലെങ്കിൽ എന്തൊരു നാണംകേടാ കാര്യം. ഊരി കർത്താവിന്റെ കാൽക്കിൽ വെച്ചിട്ട് ആരാധിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും അയ്യോ, ലജ്ജിക്കപ്പെട്ടു പോകും പ്രിയരെ. ലജ്ജിക്കപ്പെട്ടു പോകാതിരിക്കാൻ, അത് തീക്കകത്തൂടെ ശോധന ചെയ്യുമ്പം തീ ചാരമാക്കാതിരിക്കാൻ, അത് നിലനിൽക്കുന്ന പ്രവർത്തികൾ ചെയ്യാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മ നിങ്ങളെ സഹായിക്കട്ടെ. 5 കിരീടങ്ങൾ നമുക്കറിയാം. ഒന്നാമത്തെ കിരീടം വാടാത്ത കിരീടമാണ്. സ്തോത്രം. അത് 1 കൊരിന്ത്യർ 9-ാം അധ്യായം 25-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. വാടാത്ത കിരീടം അത് എല്ലാവർക്കും കിട്ടുന്നതല്ല. അത് ആർക്കാണ്? ജീവിതം ക്രമീകരിച്ച് വർജിക്കേണ്ടതിനെയൊക്കെ വർജിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്നവർക്കാണ് വാടാത്ത കിരീടം. ഈ കിരീടം തന്നെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ജീവിതം ക്രമീകരിക്കുന്നവർക്ക് മാത്രമേ ഈ കിരീടമുള്ളൂ, അല്ലാത്തവർക്കൊന്നും ഈ കിരീടം ഇല്ല. ഒന്ന്. രണ്ടാമത്തെ കിരീടമാണ്
അതെ, പ്രശംസാ കിരീടം എന്ന് പറയും. 1 തെസ്സലോനിക്കർ 2:19. ആ കിരീടം എല്ലാവർക്കും ഇല്ല. പിന്നെ സുവിശേഷം പറഞ്ഞ ആത്മാക്കളെ നേടിയവർക്കുള്ള കിരീടമാണിത് എന്ന് പറഞ്ഞാൽ ഒരു ട്രാക്ട് പോലും കയ്യിലെടുക്കാതെ ഇറങ്ങിപ്പോകുന്നവരൊക്കെ ഓർത്തോണം, നിനക്ക് ഈ കിരീടം ഇല്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സുവിശേഷം പറഞ്ഞ് ഒരാളെങ്കിലും രക്ഷിക്കപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ കിരീടം ഉറപ്പാണ്. മൂന്നാമത്തെ കിരീടം നീതിയുടെ കിരീടമാണ്. 2 തിമോത്തിയോസ് 4:8. ഈ കിരീടം ആർക്കാണുള്ളത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവർക്കാണ്. യേശു വരും എന്ന് വല്ലപ്പോഴും ഓർക്കുന്നവർക്കല്ല, പിന്നെ പ്രത്യാശയോടെ എല്ലാ ദിവസവും, അയ്യോ ഇന്ന് വന്നില്ലല്ലോ നാളെ വരുമായിരിക്കും എന്ന് പ്രത്യാശയോടെ ജീവിക്കുന്നവർക്കാണ് ഈ കിരീടമുള്ളത്. നാലാമത്തെ കിരീടം ജീവകിരീടമാണ്. അത് യാക്കോബ് 1:12 പറയുന്നുണ്ട്. ജീവകിരീടം ഇതാർക്കാണുള്ളത്? പരീക്ഷ സഹിക്കുന്നവർക്കാണ് ഈ കിരീടമുള്ളത്. എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന, കർത്താവിന് വേണ്ടി ഉപദ്രവം അനുഭവിക്കുന്ന, വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കാൻ വേണ്ടി സകല ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നവർക്കാണ് ഈ കിരീടം. അഞ്ചാമത്തെ കിരീടം അത് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അത് 1 പത്രോസിന്റെ ലേഖനം 5-4 ആ കിരീടത്തെ കുറിച്ച് പത്രോസ് പറയുന്നുണ്ട്. സ്തോത്രം. ആ കിരീടവും എല്ലാവർക്കും കിട്ടുന്ന കിരീടമല്ല. സ്തോത്രം. ആ കിരീടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് ഇടയന്മാർക്ക് മാത്രം ലഭിക്കുന്ന കിരീടമാണ്. സ്തോത്രം. ഇടയന്മാർക്ക്. 5-4 ആ കിരീടത്തെ കുറിച്ച് പറയുന്നുണ്ട്. തേജസ്സിന്റെ വാടാത്ത കിരീടം. അത് എല്ലാ ഇടയന്മാർക്കും കിട്ടത്തില്ല കേട്ടോ. പാസ്റ്റർമാരൊക്കെ ഓർത്തോണം, ഞാൻ പാസ്സായതുകൊണ്ട് ഈ കിരീടം കിട്ടുമെന്ന്. കിട്ടുകയില്ല. എല്ലാ ഇടയന്മാർക്കും കിട്ടുകയില്ല. പിന്നെ അത് എങ്ങനെയുള്ള ഇടയന്മാർക്ക് കിട്ടുന്നതെന്ന് അറിയാമോ? സ്തോത്രം. ആ ഇടയന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? 5-2 മുതൽ പറയുന്നു. ഒന്ന്, നിങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളും. ചർച്ചക്കൂടിന്റെ ഇടയനാണ് നീയെങ്കിൽ നീ നിന്റെ സഭയ്ക്കകത്തുള്ള ആടിനെ മേയിച്ചാൽ മതി. അപ്പുറത്തെ AG സഭയിലെ ആടിനെ മേയിക്കാൻ നീ പോകണ്ട. സ്തോത്രം. നിന്നെ അത് ഏൽപ്പിച്ചിട്ടില്ല. അവനവന്റെ വിചാരണയിലുള്ള ആടുകളെ മേയിച്ചോണം. സ്തോത്രം. 2, എങ്ങനെയാണ് മേയിക്കേണ്ടത്? നിർബന്ധത്താലല്ല. അയ്യോ, പിന്നെ ബിസിനസ് പൊട്ടിപ്പോയി അതുകൊണ്ട് വേലയ്ക്ക് ഇറങ്ങിയേക്കാം. അങ്ങനെ ഇറങ്ങാൻ പറ്റിയ വേലയല്ല ഇത്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ദൈവത്തിന് ഹിതമാവേണ്ട മനഃപൂർവ്വം ദുരാഗ്രഹത്തോടെ അല്ല. പിന്നെ എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹത്തോടെ അത് ഇടയ ശുശ്രൂഷ ചെയ്യരുത്. ഇടയന്മാർ ഒത്തിരി എണ്ണം ഇപ്പോൾ ഉണ്ട്. അത്യാഗ്രഹത്തിന്റെ അയ്യരുകൾ ചെയ്യുക. ട്രാൻസ്ഫർ ഒക്കെ വരുമ്പോൾ നമുക്കറിയാം, അവ പോകാൻ പോകുന്ന സഭയിൽ കറവയുണ്ടോ കുടുംബം ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ടേ പോകത്തുള്ളൂ. ഒന്നും അന്വേഷിക്കാതെ പോകുന്ന ആളുകൾ വളരെ കുറവാ. എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം ഉള്ള പാർട്ടികളെ കൂടുതലും. ആവശ്യം നടക്കണം, ദൈവം ചെയ്യും. പക്ഷെ അത്യാഗ്രഹം ഭയങ്കരമാണ്. അപ്പം പിന്നെ ഇടയൻ എങ്ങനെ ആയിരിക്കണം? എങ്ങനെയുള്ള ഇടയന്മാർക്ക് കിരീടം ലഭിക്കുന്നത്? അടുത്ത വാക്യം, ഉന്മേഷത്തോടെ. എന്ന് പറഞ്ഞാൽ ഇടയ ശുശ്രൂഷയിൽ ചുറുചുറുക്കോടെ, അത് ഉന്മേഷത്തോടെ ചെയ്യുന്ന. ഈ ചില ദൈവാസന്മാർ ഊണുമില്ല ഉറക്കവുമില്ല. ഇടയ ശുശ്രൂഷയ്ക്കകത്ത് ചുറുചുറുക്കോടെ ഉന്മേഷത്തോടെ നടക്കുക, പരാതികളില്ല, ഉന്മേഷത്തോടെ ഓടുന്ന ഇടയന്മാർക്കാണ് ഞാൻ പറഞ്ഞ ഈ കിരീടം ലഭിക്കാൻ വേണ്ടി പോകുന്നത്. സ്തോത്രം. തേജസ്സിന്റെ വാടാത്ത കിരീടം. 2, ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്താത്ത ഇടയന്മാർക്ക്. എന്ന് പറഞ്ഞാൽ ഇടവകളിൽ നിന്ന് ആടുകളുടെ മേൽ അധികാരം ഉപയോഗിക്കാത്ത, അടിമത്തം ചെയ്യാത്ത ഇടയന്മാർക്ക്. അത് 3, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി ജീവിക്കുന്ന ഇടയന്മാർക്ക്. മനസ്സിലായില്ലേ? നിന്റെ സഭയിൽ നിന്റെ വിചാരണയിലുള്ള ആടുകൾ നോക്കുമ്പോൾ നീ മാതൃകയുള്ള ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ നിനക്കാണ് കിരീടമുള്ളത്. അല്ലാതെ വെള്ള ഷർട്ടും കറുത്തവാനും ഇട്ടതുകൊണ്ടോ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചുകൊണ്ടോ പവർ വിഷനിൽ പ്രസംഗിച്ചുകൊണ്ടോ ഒന്നും നിനക്ക് കിട്ടാൻ പോകുന്നില്ല ഈ സാധനം. അതൊക്കെ വെറുതെ പറഞ്ഞിരിക്കുന്നതാണ്. സ്തോത്രം. ഈ 3 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിനക്ക് ലഭിക്കും. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അതുകൊണ്ട് ഇന്ന് രാവിലത്തെ ക്ലാസ് നിങ്ങൾക്കൊരു ഡെലിവറൻസ് പ്രസംഗത്തിനേക്കാളും നിങ്ങളുടെ വരാൻ പോകുന്ന ഭാവിയിൽ നിങ്ങൾക്ക് ലജ്ജ സംഭവിക്കാതിരിക്കേണ്ടതിന്, അതെ, മുഴുവൻ കേൾക്കാൻ പറ്റാത്തവര് ലൈവ് കാണുമല്ലോ, കേട്ടോണം. സ്തോത്രം. ഇന്ന് രാവിലെ സമയം നമുക്ക് ഭയത്തോടെ, ഒരിക്കൽ ഞാൻ ആ ന്യായാസനത്തിന് മുമ്പിൽ നിന്ന് കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഭാര്യയും മക്കളും സഭയും ആരും കാണത്തില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. എൻ്റെ ജീവിതം മുഴുവൻ, സ്മരണയുടെ പുസ്തകം തുറക്കുമ്പോൾ എൻ്റെ ജീവിതം മുഴുവൻ അവിടെ വെളിപ്പെട്ടു വരും. എൻ്റെ ജീവിതം മൊത്തം അവിടെ തുറന്നു കാണിക്കേണ്ടി വരും. അവിടെ തലകുനിക്കാതിരിക്കാൻ ഇന്ന് രാവിലെ ഞാനൊന്ന് മടങ്ങി വരാൻ തയ്യാറാകുന്നു എന്നൊരു സമർപ്പണത്തോടെ നമുക്കെല്ലാവർക്കും തലകൾ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അവനവൻ, സ്തോത്രം, സ്വയം വിധിക്കപ്പെടും. കർത്താവ് പറയുന്നു, ഇപ്പൊ ഞാൻ നിനക്ക് എന്തിനാ ബാലശിക്ഷ തന്ന് പുത്രൻ എന്ന നിലയിൽ
ഇപ്പൊ എന്തിനാ നിനക്ക് ബാലശിക്ഷ തരുന്നതെന്ന് അറിയാമോ? സ്തോത്രം. ആ ലോകത്തോടുകൂടെ നീ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നിന്നെ ബാലശിക്ഷ കഴിക്കുകയായിരുന്നു. കർത്താവ് പറയുന്നു, നീ ലോകത്തോടുകൂടെ ഒരു വലിയ ശിക്ഷ വരുന്നുണ്ട്. ആ ലോകത്തിന് വരാൻ പോകുന്ന ശിക്ഷയിൽ നീയും അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നിനക്ക് വേണ്ടി ബാലശിക്ഷ തന്നാണ് ഇപ്പൊ നിന്നെ. നീ ചെറിയ കള്ളം പറഞ്ഞാൽ പോലും ബാലശിക്ഷ തന്ന് കർത്താവ് നിന്നെ നടത്തുന്നതിന്റെ കാര്യം നിന്റെ തല കുനിയാതിരിക്കാനാണ്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നമുക്കൊന്ന് സമർപ്പിക്കാം. എത്ര ദൈവമക്കൾക്ക് ഭയത്തോടെ ഇന്ന് രാവിലെ സമയം ആ ന്യായാസനത്തിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരുന്ന ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഇന്ന് നമ്മൾ ഇതൊന്നും ചിന്തിക്കുന്നില്ല. നമ്മൾ ആളുകളോട് വഴക്കുണ്ടാക്കുമ്പോൾ, അത് നുണ പറയുമ്പോൾ, കൂട്ടിപ്പിടിപ്പിക്കുമ്പോൾ, ദൂഷണം പറയുമ്പോൾ, വേണ്ടാത്തത് പറയുമ്പോൾ ഇതൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ ലജ്ജിക്കേണ്ടി വരരുത്. ഇവിടെ പിൻപന്മാരും അവിടെയും പിൻപന്മാരാകാൻ ഇടവരരുത്. എന്നാൽ ഇവിടുത്തെ പല പിൻപന്മാരും അവിടെ മുൻപന്മാരാകുന്ന സുദിനം വരാൻ പോകുന്നു. ഇവിടുത്തെ പല മുൻപന്മാരും അവിടെ പിൻപന്മാരായി തീരുന്ന മണിക്കൂറുകൾ വരാൻ പോകുന്നു. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പിതാവേ, ഞങ്ങൾക്ക് രാവിലെ നൽകിയ തിരുവിടത്തിനായി സ്തോത്രം. നാളെ ആരും ഇത് കേട്ടില്ല, കണ്ടില്ല, അറിഞ്ഞില്ല എന്ന് പറയാൻ ഇടവരാതെ ഇന്ന് രാവിലെ സമയം ദൈവാത്മാവ് ആധികാരികമായി ക്രിസ്തുവിന്റെ ന്യായാസനത്തെ കുറിച്ച് ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഒരുമിച്ച് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ കർത്താവിന്റെ മുമ്പിൽ തുറന്ന പുസ്തകം പോലെ ഏൽപ്പിക്കുന്നു. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ ഞങ്ങളെ നോക്കുമ്പോൾ അതേ ആ സ്മരണയുടെ പുസ്തകത്തിന് മുന്നിൽ ഞങ്ങൾ അത് വാക്ക് കിട്ടാത്തവരായി, ഒന്നും പറയാൻ കഴിയാത്തവരായി ആ നീതിയുള്ള ന്യായാധിപന്റെ മുമ്പിൽ നിൽക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ഭയത്തോടെ ഓരോ ദിവസവും ഞങ്ങൾ നിൽക്കേണ്ടി വരുന്ന ഈ ന്യായാസനത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൃപയിൽ ഞങ്ങളെ മറയ്ക്കും. പ്രാർത്ഥന കേട്ട സ്തോത്രം അത്ഭുതം ചെയ്യും. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ.